+2 അക്കൗണ്ടൻസിയുടെ ചാപ്റ്റർ 2 അക്കൗണ്ടിംഗ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കൺസെപ്റ്റ് ഇതാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യത്യസ്തമായ രൂപങ്ങളും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. അതിൽ ഹോംവർക്ക് തന്നിരുന്നു, അത് നമ്മൾ ഇതിൽ സൊല്യൂഷൻ കണ്ടെത്തുന്നു. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലസ്ട്രേഷൻ 4 ഹോംവർക്ക് തന്നിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഡാറ്റ വെച്ചിട്ട് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ചെയ്യാനുണ്ട്, രണ്ടാമത്തത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചും ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസറിലേക്ക് കടക്കാം. ആൻസർ എങ്ങനെ എഴുതുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വരാം. ഓക്കെ, നമ്മൾ ഈ ആൻസർ ചെയ്യുന്നത് ഫസ്റ്റ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ചാണല്ലോ. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ എന്തൊക്കെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കാനുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പം നമ്മൾ 2 എമൗണ്ടുകളോളം കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും. ഒന്ന് സമീറിനും മറ്റൊന്ന് യാസ്മീനും വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ കറണ്ട് അക്കൗണ്ടിലും 2 എമൗണ്ടുകളോളം കൊടുക്കുന്നുണ്ട്, സമീറിനും യാസ്മീനും. ഓരോ സൈഡിലും 2 എമൗണ്ടുകളോളം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ടും ഒറ്റ കറണ്ട് അക്കൗണ്ടും ഉണ്ടാക്കിയാൽ തന്നെ അതിലെന്ത് ചെയ്യുക, അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. എക്സാമിലൊക്കെ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അങ്ങനെ എഴുതിയാലേ നമുക്ക് എന്തുള്ളൂ, ടൈം സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡാറ്റ എടുക്കുക. ഫസ്റ്റ് അവരെത്രയാണ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ എത്ര ഉള്ളത്, ബാലൻസ് ബ്രോഡ് ഓൺ എന്ന രീതിയിലുള്ള ഡാറ്റ 15 ലക്ഷം 10 ലക്ഷം എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് 15 ലക്ഷം 10 ലക്ഷം സമീറും യാസ്മീനും ക്രെഡിറ്റ് സൈഡിൽ ഒരേപോലെ റെക്കോർഡ് ചെയ്യുക. 2 എമൗണ്ടുകളോളം കൊടുത്താൽ മതി. ഇത് ഡബിൾ അക്കൗണ്ട് ഉണ്ടാക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, അതേപോലെ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, കുറച്ച് ഡാറ്റയും കൂടി ഉണ്ട് ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതെന്താണ്, അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് 3 ലക്ഷം 2 ലക്ഷം സമീറിൻ്റെതും യാസ്മീൻ്റെതും. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യാം, ഈ 2 എമൗണ്ടും അഡീഷണലി കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതെന്താണ്, ബാങ്കിൽ കൊണ്ടുവന്ന എമൗണ്ടാണ്. 3 ലക്ഷം 2 ലക്ഷം ബാങ്ക് ത്രൂ അവർ ട്രാൻസാക്ഷൻ നടത്തിയതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യുക. ഇതിൽ ടോട്ടൽ ചെയ്യാൻ വിട്ടിട്ടുണ്ട്, നിങ്ങൾ ടോട്ടൽ ചെയ്യുക. സമീർ 18 ലക്ഷം, യാസ്മീൻ 12 ലക്ഷം. എന്നിട്ട് എന്ത് ചെയ്യുക, ബാലൻസ് ക്യാരി ഡൗൺ ഡെബിറ്റ് സൈഡിൽ കൊണ്ടുപോയിട്ട് 18 12 എന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. ഇതോടുകൂടെ എന്ത് കഴിഞ്ഞു, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽ കംപ്ലീറ്റ് ചെയ്ത്. ഏത് മെത്തേഡ് അനുസരിച്ച്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച്. ഇനി നമുക്കതിൽ കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കറണ്ട് അക്കൗണ്ടിലാണ് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര കാൽക്കുലേറ്റ് ചെയ്യണം, ഡ്രോയിങ്സ് തന്നിട്ടുണ്ട് അത് എടുത്ത് എഴുതണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എന്ത് എഴുതണം, തന്നിട്ടുണ്ട് അത് എഴുതണം. സാലറി എഴുതണം, കമ്മീഷൻ എഴുതണം, ഷെയർ ഓഫ് ലോസ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതി വെക്കുക. ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വർക്കിംഗ് നോട്ട് നിങ്ങൾ കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് അതിനൊരു 5-6 വരിയോളം വിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, വർക്കിംഗ് നോട്ടിനുള്ള നോട്ട് എന്ത് ചെയ്യുക, അതൊന്ന് എഴുതി വെക്കുക. നമുക്ക് ആദ്യം എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, സമീറിൻ്റെതും യാസ്മീൻ്റെതും ഓപ്പണിംഗ് ബാലൻസ് 15 ലക്ഷം ഉണ്ട്. ഈ 15 ലക്ഷം തുടക്കം മുതൽ അവസാനം വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇയറിനുള്ള ഫുൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് കാണണം. 10നും 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും. എന്നാൽ ഇവർ ജൂലൈ 1 മുതലാണ് എന്ത് ചെയ്തത്, പുതുതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ഫുൾ മാസത്തേതില്ല, എത്ര മാസത്തേതേ ഉള്ളൂ, അത് ഏപ്രിൽ മെയ് ജൂൺ 3 മാസത്തിനുള്ള ഇൻട്രസ്റ്റ് കിട്ടൂല. അപ്പോൾ അവർക്ക് എത്ര മാസത്തെ ഇൻട്രസ്റ്റാണ് കിട്ടുക, ബാക്കി 9 മാസത്തെ ഇൻട്രസ്റ്റാണ് കിട്ടുക. അപ്പോൾ അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം. അത് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. നോക്കാം, ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. സമീറിൻ്റെത് 15 ലക്ഷം ഇൻറ്റു 5% അല്ലേ ഡീറ്റെയിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ 15 ലക്ഷം ഇൻറ്റു 5 ഹരിക്കണം 100, 5 ഹരിക്കണം 100.
അത് 75,000 രൂപ സമീറിൻ്റെ എഴുതി. യാസ്മിൻ്റെ 50,000 എങ്ങനെ കിട്ടിയത്? 10 ലക്ഷം ഇൻറ്റു 5 × 100 ചെയ്തു. 10 ലക്ഷം ഇൻറ്റു 5/100 ചെയ്തപ്പോൾ 50,000 കിട്ടി. രണ്ടുപേരുടെയും ഓപ്പണിംഗ് ക്യാപിറ്റലിൻ്റെ ഡാറ്റ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അഡീഷണലി അവർ കൊണ്ടുവന്ന ക്യാപിറ്റലാണ് സമീർ 3 ലക്ഷം രൂപ കൊണ്ടുവന്നു, അതിന് 5%. പക്ഷേ അതൊരു വർഷത്തിന് ഫുള്ളില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 3 ലക്ഷം ഇൻറ്റു 5% ഒരു വർഷത്തിനായി. പക്ഷേ അതിൽ 9 മാസത്തിനേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻറ്റു 9/12, അതായത് 9 × 12 ചെയ്ത് അത് കണ്ടെത്തുക. യാസ്മിൻ്റെതും അതുപോലെ തന്നെ 2 lakh ഇൻറ്റു 5/100, അതായത് 5% കണ്ടു. അതിനുശേഷം അത് 9 മാസം ഉപയോഗിച്ചത്, അതുകൊണ്ട് 9/12, 9 × 12 കണ്ടു. ഇനി സമീറിൻ്റെത് രണ്ട് എമൗണ്ടും കൂടെ തമ്മിൽ കൂട്ടുക. 75,000 11,250 കൂട്ടിയാൽ 86,250 കിട്ടും. അതുപോലെ യസ്മിൻ്റെതും കൂട്ടുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ടോട്ടൽ ലഭിക്കുന്നതാണ്. ടോട്ടൽ യസ്മിൻ്റെത് 50,000 7,500 ചെയ്യുമ്പോൾ 57,500. ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ വർക്കിംഗ് നോട്ടായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ഡാറ്റയും, ബാക്കി എല്ലാ ഡാറ്റയും തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇതനുസരിച്ച് നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നത് എന്തൊക്കെ കാരണത്താലും ഡാറ്റ കംപ്ലീറ്റ് ആക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാരണത്താലും സാലറി, കമ്മീഷൻ, ഈ 3 കാരണത്താലും ക്യാപിറ്റൽ കൂടും. അതൊക്കെ ക്രെഡിറ്റ് സൈഡിലും. ക്യാപിറ്റൽ അക്കൗണ്ട്, അതായത് കറണ്ട് അക്കൗണ്ടാണ്, അത് കുറയുന്നത് എങ്ങനെയാണ്? ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്, ഈ കാരണത്താലും. അപ്പോൾ ഈ എമൗണ്ടൊക്കെ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അതേപോലെ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ചെയ്തു, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത അതേ എമൗണ്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതിയതാണ്. സാലറി അത് റെക്കോർഡ് ചെയ്തു, 2 പേരുതും 20,000 7,000. കമ്മീഷനും ഇതുപോലെ റെക്കോർഡ് ചെയ്തു. ഇനി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ ഡീറ്റെയിൽ ക്വസ്റ്റ്യനിലുണ്ട്, അത് ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്തു. ഡ്രോയിങ്സും റെക്കോർഡ് ചെയ്തു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഓൾറെഡി സാലറി ലോസിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്താൽ മതി? അതേപോലെ തന്നെ എഴുതിയാൽ മതി. ഓൾറെഡി തന്നിട്ടുണ്ട്, അവരുടേത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. അങ്ങനെ എഴുതുക. അങ്ങനെ ടോട്ടൽ ചെയ്യുമ്പോൾ 1,16,250 കിട്ടി. മറ്റേ ആളുടെ 64,500 കിട്ടി. ഇങ്ങനെ ഓക്കെ. ഇത് കഴിഞ്ഞതിന് ശേഷം ടോട്ടൽ ചെയ്താൽ ബാലൻസ് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ബാലൻസ് ക്യാരിഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഈ എമൗണ്ട് എങ്ങനെ, ഈ എമൗണ്ട് 24,450 എങ്ങനെ കിട്ടിയത്? 1,16,250 1,800 30,000 60,000 ഇതെല്ലാം കുറക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണെന്ത്? 24,450. അതുപോലെ യസ്മിൻ്റെതും 64,500 ഉണ്ട്. ഇപ്പുറത്ത് 64,500 ഇല്ല. അപ്പോൾ 64,500 എന്ത് ചെയ്യുക? 1,200 20,000 40,000 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര എമൗണ്ട് ഉണ്ട്? അതാണ് ഇനി പാർട്ട്നേഴ്സിൻ്റെ ബാക്കി ക്യാപിറ്റൽ, പാർട്ട്നേഴ്സിൻ്റെ കറണ്ട് അക്കൗണ്ടിലെ ബാലൻസ്. ഓക്കെ. ഇതോടുകൂടെ ഒന്നാമത്തെ മെത്തേഡ് അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യൽ. ഏത് രീതി അനുസരിച്ച്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ആകെ ഒറ്റ അക്കൗണ്ട് ഉണ്ടാക്കിയാൽ മതി. ആ അക്കൗണ്ടിൻ്റെ പേരെന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫ്ലക്ച്വേറ്റിങ്ങിൽ ഇതെല്ലാ ഡാറ്റയും ഒറ്റ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൻ്റെ ഡീറ്റെയിൽ എടുക്കുക. ഇതേ ഡാറ്റ ഒന്നിച്ച് എഴുതുകയെന്നേ ഉള്ളൂ. ഇപ്പോൾ 2 അക്കൗണ്ടിൽ എഴുതിയത് ഒരൊറ്റ അക്കൗണ്ടിൽ എഴുതുക. ഓക്കെ. അതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ. ഇതൊക്കെ ഡിസ്കസ് ചെയ്ത സാധനങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒറ്റ അക്കൗണ്ടിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ച് ചെയ്തു തുടങ്ങാം. നമ്മൾ ക്രെഡിറ്റ് സൈഡ് നോക്കാം. നമ്മൾ ആദ്യം എഴുതിയിരുന്ന 15 ലക്ഷം രൂപ, അതുപോലെ 10 ലക്ഷം രൂപ 2 പേരുടെയും അക്കൗണ്ടിൽ എഴുതി. പുതുതായിട്ട് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന 3 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, നേരത്തെ കറണ്ട് അക്കൗണ്ടിൽ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഇതിൽ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് അനുസരിച്ച് ചെയ്യുന്നതുകൊണ്ട് ഇത് ഈ അക്കൗണ്ടിൽ തന്നെ എഴുതിയാൽ മതി. അത് നമ്മൾ എഴുതി. സാലറി എഴുതി, കമ്മീഷൻ എഴുതി. ഇപ്പുറത്ത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നേരത്തെ എഴുതി തന്നെ, ഡ്രോയിങ്സും അതുപോലെ എഴുതിയതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ചെയ്യുക. 19,16,250 രൂപയാണ് സമീറിൻ്റെ ടോട്ടൽ. സമീറിൻ്റെ ആ 19,16,250 1,800 30,000 60,000 കുറച്ചാൽ ബാക്കി കിട്ടുന്ന ബാലൻസ് എന്താണ്? ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസാണ്. കഴിഞ്ഞ ബുക്ക് ഇതനുസരിച്ച് ചെയ്തപ്പം രണ്ടും തമ്മിലുള്ള ബാലൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതേ എമൗണ്ടിലേക്ക് തന്നെ നമ്മൾ എത്തും. ഇനി യസ്മിൻ്റെതും അതുപോലെ ടോട്ടൽ ചെയ്താൽ ക്രെഡിറ്റ് സൈഡിൽ 12,64,500 ഉണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിലുള്ള ഓരോ എമൗണ്ടും 1,200 20,000 40,000 കുറക്കുക.
അങ്ങനെ ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടും. എത്രയാണ്? 12,03,300. ഇതേ ഫിഗർ തന്നെയാണ് ഇവിടെ ഉണ്ടാവുക. ഇത് നമ്മൾ ആ രണ്ട് അക്കൗണ്ടും ആദ്യ മെത്തേഡ് അനുസരിച്ച് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും തമ്മിൽ രണ്ടും കൂട്ടി കഴിഞ്ഞാൽ ഇതേ ബാലൻസ് തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ആ ഹോംവർക്ക് ചെയ്തത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കിടക്കാം. പുതിയ വീഡിയോ ക്ലാസ് പുതിയ ടോപ്പിക്കുമായിട്ട് വരാം. പുതിയ ടോപ്പിക് എന്താണ്? ഇപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തില്ലേ? ആ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അത് പറയാതെ പോകണ്ട എന്നുള്ളതാണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ അറിയേണ്ടത്. ഒന്നാമത്തത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് പെർസെൻറ്റേജ് എത്ര? നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ 5% എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള ശതമാനം എത്ര എന്നറിയാം. അതുപോലെ ക്യാപിറ്റലിൻ്റെ വാല്യൂ എത്ര എന്നറിയാം. ക്യാപിറ്റലിൻ്റെ വാല്യൂ അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം എത്ര പീരിയഡാണ് അത് ഉപയോഗിച്ചതെന്നറിയാം. ഈ 3 കാര്യം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെ കാണുക? ക്യാപിറ്റൽ എമൗണ്ട് ഓഫ് പാർട്ട്ണർ കാണുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ട് ഗുണിക്കുക. അതിനുശേഷം പീരിയഡും തമ്മിൽ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ഇക്വേഷനുകൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക. എന്താണ് ഇക്വേഷൻ? ക്യാപിറ്റൽ ഓഫ് പാർട്ട്ണർ ഇൻറ്റു റൈറ്റ്, അതായത് 6/100 എന്നൊക്കെ പറയില്ലേ, അതാണ് റൈറ്റ് ഇൻറ്റു പീരിയഡ് ഫോർ വിച്ച് എമൗണ്ട് റിമൈൻഡ് ഇൻ ദ ബിസിനസ്. ഈ ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്? എഴുതിയെടുക്കേണ്ടത്. ഓക്കെ, ഇത് എഴുതിയെടുത്തിട്ട് നമുക്ക് നേരെ 2 ക്വസ്റ്റ്യൻ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുക. ചെറിയ ക്വസ്റ്റ്യനാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന 2 ചെറിയ ക്വസ്റ്റ്യൻ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. സി ആൻഡ് ഡി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി. സിയും ഡിയും എന്താണ്? പാർട്ട്നേഴ്സാണ്. അവർ പ്രോഫിറ്റ് ഈക്വലിയാണ് ഷെയർ ചെയ്യുന്നത്. അതായത് കിട്ടുന്ന എത്രയാണോ പകുതിയായി എടുക്കുന്നതാണ്. അവരുടെ ക്യാപിറ്റൽ ജനുവരി 2020 അവരുടെ ക്യാപിറ്റൽ എത്ര? സിൻ്റെത് 20,000 രൂപയുണ്ട്, ഡീൻ്റെത് 30,000 രൂപയുണ്ട്. അങ്ങനെ ആകുമ്പോൾ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം ഫോർ ദ ഇയർ എൻഡിങ് 31 December 2020. അപ്പോൾ ഇതനുസരിച്ച് ഇവരുടെ ക്യാപിറ്റൽ 20,000 രൂപയുണ്ട്, 30,000 രൂപയുണ്ട്. ഓപ്പണിംഗ് ഡീറ്റെയിൽസ് മാത്രമേ ഉള്ളൂ. അതനുസരിച്ച് ഇവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ക്യാപിറ്റലിൻ്റെ ഇൻട്രസ്റ്റ് എത്രയാണ്? 6% ആണ്. ഇങ്ങനത്തെ എങ്ങനെ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ ഇൻറ്റു റൈറ്റ് ഇൻറ്റു പീരിയഡ്. ഇവിടെ ഫുള്ള് ഉള്ളതുകൊണ്ട് നമ്മൾ പീരിയഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ഫുള്ള് ഉള്ളതുകൊണ്ട് നമ്മൾ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്നതാണ്. അത് ഒഴിവാക്കിയാലും ആൻസർ കറക്റ്റ് ആവും. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ വെച്ചൊന്ന് പറഞ്ഞു നോക്കാം. 20,000 ഇൻറ്റു, അതായത് ക്യാപിറ്റൽ എമൗണ്ട് സീൻ്റെതാണ്, ഇൻറ്റു 6% അല്ലേ. അപ്പോൾ 20,000 ഇൻറ്റു 6/100. ഇനി ഇൻറ്റു 12/12. 12/12 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ ഇത്രയും 20,000 ഇൻറ്റു 6% കണ്ടിട്ടുള്ള എമൗണ്ടിനെ പിന്നെ ഒന്നുകൊണ്ട് കുടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. അതുകൊണ്ട് ഫുള്ള് ഡേറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ 20,000 ഇൻറ്റു 6% കണ്ടാൽ മതി. ഇയറിൻ്റെ പാർട്ട് ഭാഗം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 9 മാസമാണെങ്കിൽ ആ ഇൻറ്റു റേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ബാക്കി കാര്യം കൂടെ ചെയ്യണം. അത് അടുത്ത പ്രോബ്ലമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഓൾറെഡി കഴിഞ്ഞ ഹോംവർക്ക് ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളത് ചെയ്തിട്ടുണ്ട്. 9 മാസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 9/12 ചെയ്തില്ലേ? അത് തന്നെയാണ് സംഭവം. ഇതൊന്ന് എക്സ്ട്രാ ഇതിൽ ഒരു ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ പഠിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സീൻ്റെത് 20,000 ഇൻറ്റു 6/100. 20,000 ഇതിനെന്ത് ചെയ്യുക? അതിൻ്റെ 6% കാണുക ഇൻറ്റു 1 ഇയർ. 1 ഇയർ ഫുള്ള് ഉള്ളതുകൊണ്ടാണ് ഇയർ എന്നുള്ള രീതി ഫുള്ള് എഴുതിയത്. അങ്ങനെ 1200. ഡീൻ്റെതോ? ഡി 30,000 ഇൻറ്റു 6/1 ഇൻറ്റു 1 ഇയർ ആണ്. 30,000 ഇൻറ്റു 6/100 ഇൻറ്റു 1 ഇയർ. അത് 6 മാസം ഉള്ളെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? 6/12 എന്ന് അങ്ങനെ തന്നെ ചെയ്യും. ഇതാണ് ആൻസർ. അത് എഴുതിയെടുക്കുക. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ബാക്കി ഈ ഇന്നത്തെ ക്ലാസ് തൽക്കാലം അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? എ ബി ആർ പാർട്ട്നേഴ്സ് ഇൻ ഫേം. ഒരു ഫേമിൽ എയും ബിയും എന്താണ്? പാർട്ട്ണറാണ്. ദെയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഷോഡ് ദ ബാലൻസ് ഓൺ 1 January 2010. അവരുടെ ബാലൻസ് 1 January 2010 അവരുടെ ബാലൻസ് എത്ര? ₹30,000 ആൻഡ് ₹20,000. എൻ്റെത് 30,000,
ബീൻ്റെത് 20,000. ആ 30,000 20,000 എന്താണ് തുടക്കത്തിൽ തന്നെ ഉണ്ട്. ഡ്യൂറിങ് ദ ഇയർ 2010 എ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ 10,000. എ പുതുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്ന ഇയറിൻ്റെ ഇടയ്ക്ക് വന്ന് കൊണ്ടുവന്നതാണ്. 30,000 ഒരു 10,000 രൂപ ഉണ്ട്. അതെന്നാ കൊണ്ടുവന്നത്? ഓൺ 1 ജൂൺ 2010. അതായത് 2010 ജൂണിലാണ് അവൻ എന്ത് ചെയ്യുന്നത് 10,000 രൂപ കൊണ്ടുവരുന്നത്. ആദ്യം അവൻ്റെ അടുത്ത് എത്ര കൊണ്ടുവന്നിട്ടുണ്ട്? 30,000 രൂപ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ജൂൺ മുതൽ ഡിസംബർ വരെയാണ്, ജനുവരിയിലല്ലേ തുടങ്ങി, അപ്പോൾ ഡിസംബർ വരെയുള്ള ജൂൺ 1-നാണ്. അപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇത്രയും മാസത്തിനുള്ള അയാളുടെ ഈ 10,000-നുള്ള എന്ത് വേണം, ഇൻട്രസ്റ്റും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ബി ബോട്ട് 15,000. ബി കൊണ്ടുവരുന്നത് എത്ര? ബി ബ്രോട്ട് 15,000 എന്ന് പറയുമ്പോൾ ബി കൊണ്ടുവരുന്നത് ജൂലൈ 1-ാം തീയതിയാണ് കൊണ്ടുവരുന്നത്, ജൂണിലല്ല ജൂലൈയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവരുടേത് മന്തിന് എന്തുണ്ട്, മാറ്റുണ്ട്. ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 6% per annum. എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ? 6% പറയുന്നത്. അക്കൗണ്ട്സ് ആർ ക്ലോസ്ഡ് ഓൺ 31 ഡിസംബർ എവറി ഇയർ. ഇവർ അക്കൗണ്ടൊക്കെ എങ്ങനെ ക്ലോസ് ചെയ്യുന്നത്? എല്ലാ വർഷവും ഡിസംബർ 31-നാണ്. അതായത് ജനുവരി 1 to 30 ഡിസംബർ 31 എന്നുള്ള രീതിയിലാണ് ഇവർ അവരുടെ കണക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ടു ബി അലൗഡ് ടു എ ആൻഡ് ബി ഫോർ ദ ഇയർ എൻഡഡ്. ഈ വർഷത്തിനുള്ള അവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കുക, എൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 30,000-ന് എന്ത് ചെയ്യുക, ഒരു വർഷത്തിന് ഫുൾ 6% കൊടുക്കുക. പിന്നെ 10,000-ന് എന്താണ് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ 7 മാസത്തിനുള്ള ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ബീൻ്റെ ചെയ്യുമ്പം ആദ്യത്തെ 20,000 രൂപയ്ക്ക് ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നുള്ള 15,000-ന് ജൂലൈ 1 മുതലാണ് തുടങ്ങിയത്. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നുള്ള 6 മാസത്തിനും കാൽക്കുലേറ്റ് ചെയ്യുക. ഇതോടുകൂടി എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ആവും, ഈ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവും. ഓക്കെ. അപ്പോൾ നമുക്കിനി ഡയറക്റ്റായിട്ട് ഈ സൊല്യൂഷൻ ഒന്ന് കാണാം. ഇതൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്തതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാം. ഓക്കെ. ആൻസർ എടുക്കാം. അപ്പോൾ ഈ ആൻസർ ഒന്ന് നോക്കാം. ആദ്യത്തെ ജനുവരി 1-ന് കൊണ്ടുവന്നിട്ടുള്ള 2003 ആവുന്നില്ല, 2010 ക്വസ്റ്റ്യനിലുള്ള ആ ഡേറ്റ് നോക്കിയിട്ട് അതേപോലെ ചെയ്യട്ടോ. 2007 ഡാറ്റ എത്രയാണ്? 30,000 രൂപേൻ്റെ 6%. അതെങ്ങനെ കാണുക? 30,000 × 6 ഹരിക്കണം 100 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ഒരു വർഷത്തിന് ഫുള്ളാണ്. അപ്പോൾ 30,000 × 6/100 എന്ന് മാത്രം ചെയ്താൽ മതി. 1,800 രൂപ എൻ്റെതൊക്കെ. ഇനി ബീൻ്റെ 20,000-ന് 20,000 × 6 ഹരിക്കണം 100 എന്ന് ചെയ്താൽ 1,200 രൂപ. അതും എഴുതി വെച്ചു. അത് ആദ്യത്തെ എമൗണ്ടിന് മാത്രമാണ്. ഇനി അഡീഷണലി ക്യാപിറ്റൽ കൊണ്ടുവന്ന് എ എന്നാണ് കൊണ്ടുവന്നത്, ജൂൺ മാസത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ജൂൺ 1-ന്. അപ്പോൾ ആ 10,000 × 6 ഹരിക്കണം 100 അതുവരെ കറക്റ്റാണ്. പിന്നുള്ളത് ഒരു വർഷം ഫുള്ളില്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, എത്ര മാസം അത് ഉപയോഗിച്ച്? 7 മാസമാണ്. ഒരു വർഷത്തിൽ എത്ര മാസമുണ്ട്? 12 മാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 7 ഹരിക്കണം 12 ചെയ്യും, അത് 350. ഇനി അടുത്തത് മറ്റൊരാളുടെ എത്രയാണ്? അയാൾ ജൂലൈയിലാണ് കൊണ്ടുവന്നത്, ജൂലൈ 1-ന്. അപ്പോൾ 6 മാസത്തേതുള്ളൂ. അതുകൊണ്ടാണ് 15,000 × 6 ഹരിക്കണം 100. അതെന്താണ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, അതൊരു വർഷത്തിനുള്ളതാണ്. നമുക്ക് 6 മാസത്തിനുള്ളത് മതി. അതുകൊണ്ട് തന്നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 6 കൊണ്ട് ഗുണിക്കുക. അതാണ് 6 ഹരിക്കണം 12 എന്ന് എഴുതി. അങ്ങനെ അയാളുടെ 450. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? എൻ്റെത് 1,800 350 ടോട്ടൽ ചെയ്തിട്ട് 2,150. ബീൻ്റെത് 1,200 450 ടോട്ടൽ ചെയ്തിട്ട് 1,650. ഇതോടുകൂടി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ. തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നോട്ട്സും കാര്യങ്ങളൊക്കെ ഫുള്ള് ഷെയർ ചെയ്യുക. അതുപോലെ ഞാൻ പഴയ എന്ത് ചെയ്തിരുന്നു, 1-ാമത്തെ ചാപ്റ്ററിൽ ഒരു അസൈൻമെൻറ്റ് വർക്ക് തന്നിരുന്നു. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു ന്യൂസ് പ്രിൻറ്റിൽ എനിക്ക് എന്ത് ചെയ്യുക, അയച്ചു തരിക എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് അതും എനിക്ക് അയച്ചു തരണം. ഓക്കെ. തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.